സംവിധായകനായ ലാൽ, നടനായ ലാൽ, നിർമ്മാതാവും ഡിസ്ട്രിബ്യൂട്ടറുമായ ലാൽ, എഡിറ്റിംഗ് റീ റെക്കോർഡിംഗ് DTS സ്റ്റുഡിയോകളുടെ ഓണറായ ലാൽ. അപ്പോൾ ഇതിനെ സാർ എങ്ങനെ നോക്കിക്കാണുന്നു? ഇതിൽ ഏത് വേഷമാണ് സാറിന് കൂടുതൽ ഇഷ്ടം? ഇത് ചോദിച്ചാൽ ഞാൻ എന്നത് എനിക്ക് അറിയാൻ തോന്നുമ്പോൾ അല്ലെങ്കിൽ ഇതെനിക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന ജോലിയിലേക്ക് ഞാൻ എന്നും ഇറങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് പലയിടത്തും വിജയിക്കാൻ പറ്റിയിട്ടുള്ളത് അതുകൊണ്ടാണ്. അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ മാത്രമേ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലേ ഞാൻ അതിന് വേണ്ടി ഇറങ്ങുള്ളൂ. അഭിനയത്തിലാണെങ്കിലും അങ്ങനെയായിരുന്നു, സംവിധാനത്തിലാണെങ്കിലും, അല്ലെങ്കിൽ പ്രൊഡ്യൂസറായപ്പോഴും പ്രൊഡ്യൂസർക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന്. പലരും ധരിച്ചിരിക്കുന്നത് കുറെ പണം വേണ്ടി കൊടുക്കുന്ന ഒരാളാണ് പ്രൊഡ്യൂസർ, അല്ലെങ്കിൽ എന്താ പറയുക, ഇതിന് സാമ്പത്തികമായിട്ട് ഉള്ള കാര്യങ്ങൾ നോക്കുന്ന ആളാണ് പ്രൊഡ്യൂസർ. അതൊന്നും അല്ല പ്രൊഡ്യൂസർ. അതൊരു ഭാഗം മാത്രമാണ്. പണം ഇറക്കിയിട്ടാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. സിനിമയാണ് വന്നിട്ട് പ്രത്യേകിച്ച് ഇത്രയും റിസ്കി ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഒരു പ്രൊഡ്യൂസർക്ക് ഒരു നല്ല സിനിമ ഉണ്ടാക്കാൻ ഒത്തിരി കാര്യങ്ങൾ, ഒരു സിനിമ ഉണ്ടാകാൻ അല്ലെങ്കിൽ ഒരു സിനിമ ഷൂട്ട് ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്ക് സംവിധായകനും അതിൻ്റെ ടെക്നീഷ്യൻസിനും കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരു അവസരം, അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ പ്രൊഡ്യൂസർക്ക് ചെയ്യാൻ പറ്റും. അത് നന്നായിട്ട് എനിക്ക് സാധിക്കുമെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ പ്രൊഡ്യൂസറായിട്ടുള്ളത്. അഭിനയം തുടങ്ങിയത് പക്ഷെ അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. അഭിനയം തുടങ്ങിയത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ജയരാജൊക്കെ വന്ന് നിർബന്ധിച്ചിട്ട് കളിയാട്ടം എന്ന് പറയുന്ന സിനിമ. പക്ഷെ അത് എനിക്ക് വിശ്വാസം ഉണ്ടായില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ വന്ന് അഭിനയിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞ് എൻ്റെ അഭിനയം ശരിയല്ലെങ്കിൽ ഞാൻ തിരിച്ചു പോകും, എനിക്ക് കോൺഫിഡൻസ് തോന്നിയില്ലെങ്കിൽ, എനിക്ക് തൃപ്തിയായില്ലെങ്കിൽ ഞാൻ തിരിച്ചു പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ പടത്തിൽ പോകും. 2 ദിവസം കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല, മുമ്പോട്ട് പോവാം എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ആ പടം കണ്ടിന്യൂ ചെയ്തത്. ഞാൻ ചെയ്യുന്ന ജോലികൾ ഞാൻ കഴിയുന്നത് ആ ജോലിയിലേക്ക് ഇറങ്ങാതിരിക്കാൻ നോക്കും. ഇറങ്ങിയാൽ ഞാൻ അങ്ങേയറ്റം അതിന് വേണ്ടി സിൻസിയറായിട്ട് വർക്ക് ചെയ്യും. അത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. അതുകൊണ്ട് തന്നെ എല്ലാ ജോലിയും എനിക്കിഷ്ടമാണ്. ഞാൻ എന്തെങ്കിലും സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ എൻ്റെ പേര് എന്ന് പറയുന്ന ആരെങ്കിലും തിരിച്ചറിയുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുള്ളതൊക്കെ സിനിമ തന്നെയാണ്. ഞാൻ മിക്കവാറും സിനിമയിൽ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ എനിക്ക് ഡബ്ബിങ് തിയേറ്ററിനോട് എനിക്ക് ഒരു താല്പര്യവും ഹരവും ഒക്കെ തോന്നാനായിട്ടുള്ള മുഖ്യ കാരണം, പണ്ട് ഫാസിൽ സാറിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അന്ന് ചിത്രാഞ്ജലിയിലാണ്, തിരുവനന്തപുരം ചിത്രാഞ്ജലിയിലാണ് ഡബ്ബിങ് ഒക്കെ നടക്കുന്നത്. എനിക്കൊന്ന് ഡബ്ബിങ് ഭയങ്കര ഹരമായിരുന്നു. ഒന്നാമത് ഇന്നൊക്കെ ഈ ഫിലിമിൻ്റെ ഒപ്പം തന്നെ പൈലറ്റ് ട്രാക്ക് എന്ന് പറഞ്ഞിട്ട് അതാത് സമയത്ത് റെക്കോർഡ് ചെയ്യുന്ന ഒരു സൗണ്ട് ട്രാക്ക് ഉണ്ടാവും, ഒരുപാട് ശബ്ദങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ പോലും അവർ അന്ന് അതുപോലും ഉണ്ടായിരുന്നു. അത് ടേപ്പ് റെക്കോർഡിൽ റെക്കോർഡ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് ഈ ഡയലോഗ് അതിനനുസരിച്ച് പറയിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരു ജീവനില്ലാത്ത, ശബ്ദമില്ലാത്ത ഈ വിഷ്വൽ വന്നിട്ട് അതിന് ഈ ശബ്ദം കൊടുക്കുന്നൊരു പ്രക്രിയ, ഒരു ജീവൻ കൊടുക്കുന്നൊരു പ്രക്രിയ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ ഡബ്ബിങ്ങിന് എന്ത് കാരണവശാലും ഫുള്ളായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ അന്ന് ആ സ്റ്റുഡിയോയിൽ ഭയങ്കര ബിസിയാണ് ചിത്രാഞ്ജലിയിൽ. ഒരു പടത്തിൻ്റെ ഡബ്ബിങ് കഴിഞ്ഞിട്ട് അവരിറങ്ങാൻ വേണ്ടി വരാന്തയിൽ ഞങ്ങൾ കാത്തു കെട്ടി നിൽക്കും. അവരിറങ്ങും, പിടിച്ചതിനകത്ത് കയറും, കുറച്ച് കഴിയുമ്പോൾ അവരും നമ്മളെ ഇറക്കും എന്നൊക്കെ പറയുന്ന ഭയങ്കര ബിസി ആയിട്ടുള്ളത്. അന്നത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തത്. ഇങ്ങനെ ഒരു സ്റ്റുഡിയോ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആഗ്രഹത്തിൽ നിന്നാണ് അങ്ങനെ ഒരു ലാൽ മീഡിയ എന്ന് പറയുന്ന ഒരു ചിന്ത ഉണ്ടാകുന്നത്. ഡബ്ബിങ് സ്റ്റുഡിയോ ഞാൻ ആദ്യം തുടങ്ങുന്നത്. പിന്നെയാണ് എഡിറ്റിങ് കാര്യങ്ങൾ. ഇപ്പോൾ DLS എന്ന പേരിൽ ഞാനും ദിലീപും സുരേഷ് ഗോപിയൊക്കെ ചേർന്നിട്ട് ഒരു DTS മിക്സിംഗ് സ്റ്റുഡിയോ തുടങ്ങിയിട്ടുണ്ട്. എല്ലാം ഭംഗിയായിട്ട് പോകുന്നു. ഹരിഹർ നഗറിലെ ഏകാന്ത ചന്ദ്രിക എന്ന് തുടങ്ങുന്ന പാട്ടിന് ഇപ്പോഴും കോളേജിൽ പ്രസക്തിയുണ്ട്. പല അവസരങ്ങളിലും കുട്ടികൾ പാടാറുണ്ട് ജീവിതത്തിൽ തന്നെ. ഹരിഹർ നഗറിലെ സംഗീത വിശേഷം എന്തൊക്കെയാണ്? ഹരിഹർ നഗറിന്റെ ഒറിജിനൽ ട്യൂണ് അത് കമ്പോസ് ചെയ്തിരിക്കുന്നത് S. ബാലകൃഷ്ണൻ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടറാണ്. ഈ സിനിമയുടെയും മ്യൂസിക് ഡയറക്ഷൻ അദ്ദേഹത്തെ കൊണ്ട് തന്നെ ചെയ്യിക്കണമെന്ന് തന്നെയായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. ഇപ്പോൾ എന്താ പറ്റുമെന്ന് വെച്ചാൽ പുള്ളി ബേസിക്കലി ഫ്ലൂട്ട് വായിക്കുന്ന ഒരു മ്യൂസിഷ്യനാണ്. ഇപ്പോൾ ഈ മദ്രാസിൽ റീ റെക്കോർഡിംഗ് ഇല്ല, സോങ് റെക്കോർഡിംഗ് ഒന്നും കഴിയുന്നതൊക്കെ ഇവിടെ തന്നെയൊക്കെയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ഈ ലൈവ് വായിക്കുന്ന, തബല വായിക്കുന്ന, വയലിൻ മുമ്പൊക്കെ എല്ലാവരും കൂടി വന്നിട്ട് ആ പാട്ടിന് വായിക്കുന്നത്. ഇപ്പോൾ ആ ഒരു സിസ്റ്റമേ ഇല്ല. ഇവരാരെയും വയലിനിസ്റ്റുകൾ എവിടെയൊക്കെ കിടക്കുന്നു, ഇവരൊക്കെ ഇങ്ങോട്ടൊക്കെ ചെതറിപ്പോയി. ഞാൻ ഈ ബാലകൃഷ്ണന് വേണ്ടിയിട്ട് ഒരുപാട് അന്വേഷിച്ചിട്ടും ബാലകൃഷ്ണൻ നമുക്കൊന്ന് കണ്ടെത്താനായിട്ട് പറ്റിയില്ല. പലയിടത്തും ചോദിച്ചപ്പോൾ പുള്ളി എവിടെ മ്യൂസിക് ക്ലാസ് എടുക്കുന്നുണ്ടെന്ന് അറിയാം, എവിടെയാണെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നൊരവസ്ഥയാണ്. പിന്നെ എൻ്റെ അനിയൻ മ്യൂസിക് ഡയറക്ടറാണ്. പുള്ളി കണ്ടിന്യൂസ് ആയിട്ട് പടങ്ങൾ ചെയ്യുന്നുണ്ട്. എൻ്റെ എല്ലാ പടങ്ങൾക്കും പുള്ളിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴാണത് അലക്സിനെ കൊണ്ട് ചെയ്യിക്കാൻ, റീമിക്സ് ചെയ്യാനും തീരുമാനിച്ചത്. സത്യത്തിൽ ബാലകൃഷ്ണൻ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് പറയണോ വേണ്ടെന്നല്ല, പറയണം എന്ന് പറയുന്നൊരു മര്യാദ ഉണ്ടായിരുന്നു. അതെനിക്ക് അന്ന് ചെയ്യാൻ പറ്റില്ല. പക്ഷെ പിന്നീട് എനിക്ക് അമൃത TV തന്നെയാണെന്ന് തോന്നുന്നു, ബാലകൃഷ്ണൻ ഒരു ഇൻ്റർവ്യൂ എടുക്കുകയും
അതിനകത്ത് ബാലകൃഷ്ണന് ഇങ്ങനെ ഞാൻ ഇങ്ങനെ പടം എടുക്കുന്ന കാര്യം അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്നൊരു കാര്യമൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വല്ലാത്ത വിഷമം തോന്നിട്ട് ഞാൻ അമൃത ടി വിയിൽ വിളിച്ചു. ഞാൻ ആ ഫോൺ നമ്പർ കളക്ട് ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തെ വിളിച്ച് ഞാൻ സംസാരിച്ചു. അത് ഇങ്ങനെയാണ്. പുള്ളി പറഞ്ഞാൽ ഒന്നും പ്രശ്നമല്ല, എനിക്ക് സന്തോഷമുള്ളൂ. കാരണം ഒരു പാട്ട് രണ്ടാമത് റീമിക്സ് ചെയ്തൊക്കെ സിനിമയിൽ വരുന്നത് വളരെ വലിയൊരു വിജയമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതൊന്നും കുഴപ്പമില്ല സാറേ, അതൊക്കെ എനിക്ക് സന്തോഷമുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വലിയ മനസ്സുള്ള ഒരാളാണ് അദ്ദേഹം. അങ്ങനെ ഞാൻ ആ ഒരു തൽക്കാലം അയാളുടെ മനസ്സിന്റെ വിഷമത്തിന്റെ കടം ഞാൻ തീർത്തിട്ടുണ്ട്. മറ്റു കടം അപ്പോഴും തീരുന്നില്ല, അത് ഞാൻ തീർക്കും. ഈ തിരക്ക് ബഹളം ഇതിനിടയ്ക്ക് കുടുംബവും കുട്ടികളുമായിട്ടുള്ള വിഷു എങ്ങനെയാണ്? അങ്ങനെ ഒരുപാട് തിരക്കൊന്നുമില്ല. ഇപ്പൊ തിരക്കെന്ന് പറഞ്ഞാൽ ഞാനിപ്പോ തെലുങ്ക്, കന്നഡ, തമിഴ് എന്ന് പറഞ്ഞിട്ട് കുറേ സിനിമകളിൽ അഭിനയിക്കുന്നുണ്ട്. പക്ഷെ അതുപോലും എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോയിട്ട് 40 ദിവസം നിന്നിട്ടൊരു സെറ്റിൽ അഭിനയിക്കുക എന്ന് പറയുന്ന ശീലം എനിക്കത് ശരിയാവില്ല. ഞാൻ അല്ലാതെ ഹോം സിക്നസ് ഉള്ള ആളാണ്. സിനിമ ചെയ്യുന്നത് സാറിന് കുടുംബ വിഷയം പോലെയാണ്. കാരണം ഫിലിം പ്രോസസ്സിംഗ് ലാബ് ഒഴിച്ച് ബാക്കിയെല്ലാം സാറിന് സ്വന്തമായിട്ട് തന്നെയുണ്ട്. അപ്പോൾ ഇനി വിഷു കൈനീട്ടമായി മലയാളത്തിന് സ്വന്തമായി ഒരു ഫിലിം പ്രോസസ്സിംഗ് ലാബ് എന്നുണ്ടാകും? ഇല്ല, അതൊക്കെ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള കാര്യമാണ്. ഇതൊക്കെ തന്നെ ഒരുപാട് ലോണും കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊക്കെ ഒരു ആക്രാന്തത്തിൽ ചെയ്തു പോകേണ്ട കാര്യങ്ങൾ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാമ്പത്തിക ലാഭം ഉണ്ടാക്കി തരുന്ന ഒരു സ്ഥാപനമല്ല ശരി. ഇതൊരു മനസ്സിന്റെ ഒരു ലാഭം, ഒരു സന്തോഷം എന്ന് പറയുന്ന ലാഭം ഉണ്ടാക്കി തരുന്ന പാഷൻ സാറ്റിസ്ഫൈ അതിന്റെ ഒരു ഭാഗം തന്നെയാണത്. അതല്ലാതെ ഇത് കൊണ്ടിട്ട് ഇങ്ങനെ ഒരു ബിസിനസ് എന്നുള്ള നിലക്ക് ഒരു കശുവണ്ടി കച്ചവടം എന്ന് പറയുന്ന പോലെ ലാഭം ഉണ്ടാക്കാൻ പറ്റില്ല. സിനിമയോടുള്ളൊരു ഇഷ്ടം കൊണ്ടിട്ടാണ് എന്ന് വെച്ചിട്ട് എനിക്ക് അതുകൊണ്ട് നഷ്ടങ്ങളൊന്നുമില്ല. എനിക്ക് ലാഭം ഇല്ലാന്നല്ല, ലാഭമൊക്കെ ഉണ്ട്. പക്ഷെ ഈ പണം എനിക്ക് വേറെ എന്ത് കാര്യത്തിനകത്ത് ഇൻവെസ്റ്റ് ചെയ്താലും ഇതിനേക്കാൾ നല്ല ലാഭം കിട്ടുന്ന ഒരുപാട് ബിസിനസ്സുകളുണ്ട്. പക്ഷെ അതിനേക്കാൾ എനിക്ക് ഇതിനകത്തൊരു സന്തോഷമുണ്ട്. ഞാനിവിടെ മിക്കവാറും വരാറുണ്ട്, ഓരോ കാര്യങ്ങൾ വർക്ക് നടക്കുന്നവർ. പിന്നെ നമ്മുടെ സഹപ്രവർത്തകരായിട്ടുള്ള ഒരുപാട് പേര്, നമ്മുടെ ഗുരുക്കന്മാരായിട്ടുള്ള ഒരുപാട് പേര് ഇവിടെ വരുന്നു. അവരെ കാണാൻ പറ്റുക, അവരോട് സംസാരിക്കാൻ പറ്റുക. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ ഇപ്പോൾ ചെന്ന് പറയും, ഞാൻ ഗുരുക്കന്മാരായിട്ട് ബഹുമാനിക്കുന്നവരോട് ഞാൻ പറയും, എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ പറയണം, എന്താ സൗകര്യം എന്ന് വെച്ചാൽ നമുക്ക് ചെയ്തു തരാം, പ്രശ്നമാണ്, മുകളിൽ മുറിയുണ്ട്, അടക്കിടക്കും കാര്യം. അപ്പോൾ അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യം. DI, ലൈവ് റെക്കോർഡിംഗ് പോലെയുള്ള പുതിയ ടെക്നോളജിക്കൽ ഇൻട്രൊഡക്ഷൻസിനെ കുറിച്ചുള്ള സാറിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? പ്രസാദ് EFX പോലെ സ്വന്തമായി മലയാളത്തിന് ഒരു സ്റ്റുഡിയോ എന്നുണ്ടാവും? അതെന്നിവിടെ സ്വന്തമാകുമെന്ന് എനിക്കറിയില്ല. അത് ആരിവിടെ തുടങ്ങുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്താണെങ്കിലും അതെല്ലാം അടുത്ത മാറ്റങ്ങളും, കാരണം ഈ പെർഫെക്ഷൻ കൂടുതൽ ആഗ്രഹിക്കുന്ന നമ്മുടെ ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാനൊക്കെ അതൊക്കെ ഇനി അടുത്ത മാറ്റങ്ങളായിട്ട് അംഗീകരിച്ച് തീരൂ, അത് വരും. കാരണം ആദ്യം ഈ സിനിമാസ്കോപ്പ് വന്നപ്പോൾ ഇത്രയും ആവേശം ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് അതുണ്ടെങ്കിലേ പറ്റുള്ളൂ. കളർ സിനിമകൾ വന്നപ്പോൾ, ആദ്യം വന്നപ്പോൾ അത് ഓക്കെ, പിന്നെ വന്നപ്പോൾ കളർ ഉണ്ടെങ്കിൽ സിനിമകളുള്ളൂ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊണ്ട് സിനിമകളില്ലാതെ എന്ന് പറഞ്ഞ പോലെ ഈ DI ചെയ്യുന്ന ഈ അതിൻ്റെ ഓരോ കളേഴ്സും കറക്റ്റ് ചെയ്ത് പെർഫെക്റ്റ് ആക്കി വിഷ്വൽസ് ഡിജിറ്റൽ പ്രൊജക്ഷൻ വഴിയായിട്ടുള്ള വിഷ്വൽസും ഒക്കെ വരുമ്പോൾ ഇത് കുറച്ച് സിനിമകൾ വന്നു കഴിയുമ്പോൾ അതാണ് സിനിമ. മറ്റതിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. അത്രയും പെർഫെക്ഷൻ ഉണ്ട് ഇതിന്. പിന്നെ ഈ ലൈവ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പുതിയ കാര്യമൊന്നുമല്ല. നമ്മുടെ മലയാള സിനിമകളൊക്കെ ലൈവ് റെക്കോർഡിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു വളർച്ച എന്നുള്ള നിലയിലാണ് അത് ഡബിങ്ങിലേക്ക് മാറിയത്. PN മേനോനെ പോലത്തെ സംവിധായകർ വന്നത് സിനിമയെ സെറ്റുകളിൽ നിന്ന് കുറച്ച് പുറത്തേക്കും ഔട്ട്ഡോറിലേക്കും ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് ഡബ്ബിംഗ് എന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടാകുന്നത്. അതിന് മുമ്പുള്ള എല്ലാ സിനിമകളും നമ്മൾ കാണുന്ന എല്ലാ സിനിമകളും അതാത് സമയത്ത് റെക്കോർഡ് ചെയ്യുന്നത്, അല്ലാതെ ഡബ്ബിംഗ് എന്ന് പറയുന്ന സംഭവം ആയിരുന്നില്ല. ഇപ്പോഴും നമുക്ക് അതിലേക്ക് വരണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കിടക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇത് ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് അനാവശ്യ ശബ്ദങ്ങൾ ഉണ്ടാകാതിരിക്കുക. ഇപ്പോൾ ഇംഗ്ലീഷുകാരെ പോലെയോ അല്ലെങ്കിൽ അതുപോലെ സിനിമകൾ എടുക്കുന്ന ഇപ്പോൾ ഹിന്ദി സിനിമകൾക്ക് പോലും അത് സാധ്യമാണ്. നമ്മൾ ഇതുപോലെ ലൈവ് റെക്കോർഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവിടെ അധികം കേൾക്കുന്ന ശബ്ദം കഴിഞ്ഞ പടം നിലവിളിയായിരുന്നുട്ടോ എന്നൊക്കെ വിളിച്ച് പറയുന്ന ശബ്ദങ്ങളായിരിക്കും അധികം കേൾക്കുന്നത്. അല്ലെങ്കിൽ അതുപോലെ ആകരുത്, ഈ പടം കലക്കണം എന്നൊക്കെ പറയുന്ന ആളുകളുടെ ശബ്ദങ്ങളായിരിക്കും അധികം റെക്കോർഡാകുന്നത്. അപ്പം നമുക്കത് നമ്മുടെ ബഡ്ജറ്റ് വെച്ചിട്ട് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ അതിനിപ്പോൾ വേറെ സാങ്കേതിക വിദ്യകൾ ഇനിയും വരും. ചിലപ്പോൾ ഒരാളുടെ ലിപ്പിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അപ്പുറത്തും ഇപ്പുറത്തുള്ള ശബ്ദങ്ങൾ റെക്കോർഡാകാതെ അത് മാത്രം റെക്കോർഡാകും എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് ചിലപ്പോൾ വരാം. സിനിമയ്ക്ക് പുറമെ സാർ ഇപ്പം ആതുര ശുശ്രൂഷ രംഗത്തും പുതിയ കാൽവയ്പ് നടത്തിയെന്നറിഞ്ഞു. അതിനെക്കുറിച്ച് എന്താണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം? ഒരു ആശുപത്രി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല, വേറെ ഒരു 3 ഡോക്ടേഴ്സിനൊക്കെ കൂടിയിട്ട് ഐ വിഷൻ എന്നുള്ള പേരിൽ തൃശ്ശൂരിൽ. അത് സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്. എന്ന് വെച്ചിട്ട് സിനിമയായിട്ട് ബന്ധപ്പെട്ട അങ്ങനെയുള്ളൊരു ബന്ധമല്ല. ഞാൻ ഒരു തമിഴ് പടത്തിൽ അഭിനയിച്ചു മുമ്പ്, ഒരു 3 വർഷം മുമ്പ്. ചണ്ടക്കോഴി എന്ന് പറയുന്ന തമിഴ് പടം, വിശാൽ. അതിൻ്റെ ഒരു ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഫൈറ്റ് ഈ
ചോളത്തിൻ്റെ കമ്പുകൾ വെട്ടി കഷ്ണങ്ങളാക്കിയിട്ട് പ്രൊപ്പല്ലർ വെച്ച് പറപ്പിച്ചിട്ട് അതിനകത്ത് വന്ന ഫൈറ്റുണ്ട്. ആ ഫൈറ്റിന് സമയത്ത് എൻ്റെ കണ്ണിലൊരു പീസ് തറച്ച് കയറി, വലത്തെ കണ്ണിൽ കൃഷ്ണമണിയുടെ നടുക്ക്, നല്ല ഉന്നത്തിൽ കൃത്യമായിട്ട് നടുക്ക്, ഇത്രയും ഭംഗിയായിട്ട് കുത്തിവെക്കാൻ പോലും പറ്റില്ല. അത് പിന്നെ ഞാൻ അതിൻ്റെ ട്രീറ്റ്മെൻറ്റുമായിട്ട് കുറേ കറങ്ങി. അടിത്തറനെ തകർക്കുന്ന എനിക്ക് സിനിമ കാണാൻ പറ്റില്ല, TV കാണാൻ പറ്റില്ല, മുറിയുടെ കർട്ടൻ മാറ്റി വെളിച്ചത്തേക്ക് കയറാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. 3 മാസത്തോളം ഞാൻ മുറിക്കകത്ത് തന്നെ കർട്ടൻ അടച്ച് ഇരുട്ടത്തിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ടുള്ള പെയിൻ, ലൈറ്റ് വന്ന കണ്ണിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുക. അതിങ്ങനെ ട്രീറ്റ്മെൻറ്റ് അപ്പോൾ അങ്ങനെ ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ആൻഡോ എന്ന് പറയുന്ന ഇപ്പോൾ പ്രൊഡ്യൂസറായിട്ടുള്ള ആൻഡോ ജോസഫ് വഴിയായിട്ട് പാലക്കാട്ടിലൊരു ശശികുമാർ എന്ന് പറയുന്ന ഡോക്ടർ പരിചയപ്പെട്ടു. അപ്പോൾ പുള്ളിയായിട്ട് പരിചയപ്പെട്ടു. പുള്ളി കുറച്ച് കാര്യങ്ങൾ ചെയ്തപ്പോൾ അതിനൊരു ശമനം ഉണ്ടായി. പുള്ളി എൻ്റെ കോയമ്പത്തൂരിലൊരു JK റെഡ്ഡി എന്ന് പറയുന്ന ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ഒരു വലിയ ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. എനിക്കെന്തൊരു ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവം തിരിച്ചു കിട്ടിയൊരു ഫീലായി. അതെനിക്ക് അവരുടെ അടുത്ത് ഭയങ്കര നന്ദിയുണ്ട്, അടുപ്പവും കാര്യങ്ങളൊക്കെ വന്നു. അങ്ങനെ ഒരു സുഹൃത്ത് ബന്ധം തന്നെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരൊരു ഹോസ്പിറ്റലിൽ ഇങ്ങനെ തൃശ്ശൂർ സ്ഥലത്തിൻ്റെ പേര് ഞാൻ കുറുക്കാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഐവിഷൻ എന്നുമുണ്ട് ഒരു ഹോസ്പിറ്റൽ തുടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ എന്നെ കൂടി അതൊരു വലിയ നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നി. സാമ്പത്തിക ലാഭം ഉണ്ടോ അതൊക്കെ വേറെ കാര്യം, പക്ഷെ അതേപോലെ തന്നെ അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. കാരണം ആ JK റെഡ്ഡിയെ പോലത്തെ ശശികുമാറിനെ പോലെ ഡോക്ടേഴ്സ് ആളുകൾക്ക് അവരെ കൊണ്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഒരുപാട് ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങിയാണ്. അപ്പം അങ്ങനെ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാൽ തുടങ്ങി. ഇപ്പോൾ കഴിഞ്ഞ മാസം 15-ാം തീയതി ആയിരുന്നു എൻ്റെ ഉദ്ഘാടനം. ദിലീപായിരുന്നു ഉദ്ഘാടനം നടത്തിയത്. ഇത്രയും നേരം അമൃത TV പ്രേക്ഷകരുമായി പങ്കുവച്ചതിൽ വളരെ നന്ദിയുണ്ട്. ഒപ്പം സാറിന് വിഷു ആശംസകളും, പിന്നെ സാറിൻ്റെ ഇനിയുള്ള എല്ലാ പ്രോജക്ട്സിനും ഞങ്ങളുടെ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. താങ്ക് യു സർ. താങ്ക് യു. എനിക്കും ഒരുപാട് നന്ദിയുണ്ട്. കാരണം എനിക്ക് ഈ അമൃത TVയുടെ പ്രേക്ഷകരുമായിട്ട് ഇന്ന് കാണാനും നേരിട്ട് സംസാരിക്കാനൊക്കെ പറ്റിയ സന്തോഷമുണ്ട്. പിന്നെ ഈ വിജയത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണിത്. ഇപ്പോൾ അതെനിക്ക് ഒരുപാട് ഗുണകരമാവും എനിക്കറിയാം. ഇപ്പോൾ ഈ ടു ഹരിവന്ന എന്നുള്ള സിനിമയെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഈ സിനിമയെപ്പറ്റി ഓർക്കാനും നിങ്ങൾക്ക് വീണ്ടും ആ സിനിമ കണ്ടില്ലല്ലോ, അല്ലെങ്കിൽ ആ കണ്ട സിനിമ ആണെങ്കിൽ നിങ്ങൾ അതിനി ഒരിക്കൽ കൂടി കാണണമല്ലോ എന്നൊക്കെ പറയാനും ഒക്കെ ഒരു ഓർമ്മപ്പെടുത്തലാകാതെ. അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. ഇപ്പോൾ കിട്ടിയ സ്നേഹം ഇനിയും കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ താങ്ക്സ്.